എല്ലാ മാന്യ പ്രേക്ഷകർക്കും ട്രിപ്പർ ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട മൂന്നാമത് വീഡിയോയാണ് ഇന്ന് ഈ ചാനലിലൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ ചേളാരി മുതൽ കൊളപ്പുറം വരെ നീണ്ടുകിടക്കുന്ന 8.5 കിലോമീറ്റർ പ്രദേശമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചേളാരിയിൽ നിന്ന് പരപ്പനങ്ങാടി ഭാഗത്തേക്ക് തിരിയുന്ന താഴെ ചേളാരി ജംഗ്ഷനിൽ വരുന്ന ഫ്ലൈ ഓവർ, ആ ഫ്ലൈ ഓവറും അണ്ടർപാസും വരുന്നതോടുകൂടി ആ പ്രദേശത്തെ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായി പരിഹാരമാകും. തൊട്ടടുത്ത പടിക്കൽ അങ്ങാടിയിലും പറമ്പിൽ പീടിക ഭാഗത്തേക്ക് തിരിയുന്ന റോഡിന് സമാന്തരമായി അണ്ടർപാസും ഫ്ലൈ ഓവറും വരികയാണ്. അതുപോലെ തന്നെ തലപ്പാറയിലും കൊളപ്പുറത്തുമൊക്കെ ഫ്ലൈ ഓവറുകൾ വരുന്നതോടുകൂടി ദേശീയപാത വഴി വാഹനങ്ങൾ ശരവേഗത്തിൽ കുതിക്കാനും, എന്നാൽ നിലവിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട ബിസിനസ്സിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഈ അങ്ങാടികളൊക്കെ തന്നെ ദേശീയപാതയുടെ താഴ്ഭാഗത്തേക്ക് പോകുന്നത് വഴി, അതല്ലെങ്കിൽ അങ്ങാടിയിൽ ഫ്ലൈ ഓവർ വഴി ദേശീയപാത ഉയർന്നു പോകുന്നത് വഴി അതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള ബിസിനസ്സുകളൊക്കെ തന്നെ പിന്നീട് ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ വ്യാപാരികൾക്ക് ആശങ്കയുണ്ട്. ഇതാണ് പടിക്കൽ അങ്ങാടി. നാഷണൽ ഹൈവേയിൽ നിന്ന് പറമ്പിൽ പീടിക, കൊണ്ടോട്ടി, കോഴിക്കോട് വിമാനത്താവളം, EMEA കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ഒരു പ്രധാന ജംഗ്ഷൻ കൂടിയാണ് പടിക്കലങ്ങാടി. പടിക്കലങ്ങാടിയിലും നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൈ ഓവർ നിർമ്മാണം തകൃതിയായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാത നവീകരണം ജനസാന്ദ്രത കൂടിയ മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുമ്പോൾ അടുത്തടുത്ത് അങ്ങാടികളും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളും വരുന്നത് കൊണ്ട് തന്നെ 1.5 കിലോമീറ്റർ അകലത്തിൽ, അതല്ലെങ്കിൽ 2 കിലോമീറ്ററിനുള്ളിലായിട്ട് ഓരോ ഫ്ലൈ ഓവറുകൾ വരുന്ന സാഹചര്യമാണുള്ളത്. പരമാവധി സിഗ്നലുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അതിവേഗ പാതയായതിനാൽ ഈ ഫ്ലൈ ഓവറുകളിലൂടെ വാഹനങ്ങൾക്ക് വേഗതയിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയും. പടിക്കലിൽ നിന്ന് വെളിമുക്കിലൂടെ തലപ്പാറയിലെത്തുന്നത് വരെ റോഡിന് കാര്യമായ വളവുകളൊന്നുമില്ലാത്തതിനാൽ നിലവിലുള്ള റോഡിൻ്റെ ഇരുവശങ്ങൾ വീതി കൂട്ടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
തലപ്പാറ മുതൽ കൊളപ്പുറം വരെയുള്ള ഏരിയയിൽ നേരത്തെ തന്നെ റോഡ് വീതി കൂട്ടി അക്വയർ ചെയ്തു വെച്ചതിനാലും പൊതുവെ കൃഷിസ്ഥലങ്ങളും പാടശേഖരങ്ങളും ആയതിനാലും റോഡ് വികസനത്തിന് വേണ്ടി കെട്ടിടങ്ങളോ കച്ചവട സ്ഥാപനങ്ങളോ പൊളിച്ചു നീക്കുന്നത് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നില്ല. അതൊരു ആശ്വാസകരമായ കാഴ്ച തന്നെയാണ്. നേരത്തെ നമ്മൾ പരാമർശിച്ച ചേളാരിയിലും ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ പരാമർശിച്ച ഇടിമുഴിക്കൽ പോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ അവിടങ്ങളിലുള്ള നിലവിലുള്ള ഒരുപാട് പേരുടെ ഉപജീവന മാർഗമായ കച്ചവട സ്ഥാപനങ്ങൾ, മറ്റു കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു നീക്കി റോഡ് വികസനം വരുന്നത് വികസനത്തിന് വേണ്ടിയാണ് എങ്കിലും കരളലിയിക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് എന്ന് പറയാതെ വയ്യ. തലപ്പാറയിൽ നിന്നും VK വരെ ഏതാണ്ട് 45 മീറ്ററിലധികം വീതിയിലാണ് പുതിയ ദേശീയപാത വരുന്നത് എന്നാണ് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. തലപ്പാറക്കും VK ഇടയിലുള്ള ഏതാനും ഏരിയ സ്ഥലങ്ങൾ റോഡിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് അഥവാ കിഴക്ക് ഭാഗത്ത് നിന്ന് ഒട്ടധികം സ്ഥലം റോഡിലേക്ക് അക്വയർ ചെയ്തതായി നമുക്ക് കാണാൻ പറ്റും. തലപ്പാറക്കും കൊളപ്പുറത്തിനുമിടയിലുള്ള VK ജംഗ്ഷനാണിത്. ഇവിടെ നിന്നും വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചരിത്രപ്രസിദ്ധവും കേരളത്തിലെ പ്രമുഖ മുസ്ലിം തീർത്ഥാടന കേന്ദ്രവുമായ മമ്പുറം മഖാമിലെത്താം.
ദേശീയപാതയിൽ നിന്നും കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് തിരിഞ്ഞു പോകുന്ന കൊളപ്പുറം ജംഗ്ഷനോട് കൂടി ഞങ്ങളുടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൊളപ്പുറം മുതൽ കൂരിയാട്, കക്കാട്, വെന്നിയൂർപ്പറമ്പ്, പൂക്കിപ്പറമ്പ്, കോഴിച്ചന, പാലച്ചിറമാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ദേശീയപാത നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ പുതിയ ദൃശ്യങ്ങളും വിശേഷങ്ങളുമായി ഞങ്ങൾ വരും. നിങ്ങളുടെ ഏവരുടെയും നിസ്സീമമായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ഉപകാരപ്പെടുകയുമാണ് എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഞങ്ങളുടെ വീഡിയോയെക്കുറിച്ചും ചാനലിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതിൽ വരുത്തേണ്ട മാറ്റങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുകയും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന സമാനമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സഹകരിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.